ഹായ് നമസ്കാരം. ഞാൻ അജാസ് സൈനുദ്ദീൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല ചൂടാണ്. പ്രത്യേകിച്ച് പുനലൂർ, പാലക്കാട് ജില്ലയിൽ ഭയങ്കര അതിശയമായിട്ടുള്ള ഒരു ചൂടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം എല്ലാവരും വീട്ടിൽ എ സി വയ്ക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. മിക്ക ആൾക്കാരും എ സി വീട്ടിൽ വെച്ച് കഴിഞ്ഞു. അപ്പം ഈ എ സി ഏത് മേടിക്കണം, എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് എ സിക്കകത്ത്, അതുപോലെ തന്നെ എ സി കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊന്നും മിക്ക ആളുകൾക്കും അറിയില്ല. അപ്പം കുറച്ച് ആളുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പം വീഡിയോ നിങ്ങൾ മാക്സിമം ഉപകാരം ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പം നമ്മൾ ഈ ഒരു എ സി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ മിക്ക ആളുകളും ഈ എ സിയെ പറ്റിയുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കുറവായിരിക്കും. ഇപ്പം നമ്പർ 1 ആയിട്ട് ഉള്ള എ സി മെയിനായിട്ട് എൽ ജി ആണ്. എൽ ജി ആണ് ഇപ്പം കിട്ടാൻ കൂടിയില്ല. അത് കഴിഞ്ഞ് വരുന്നത് സാംസങ്, അത് കഴിഞ്ഞ് വരുന്നതാണ് ഹെയർ, അത് കഴിഞ്ഞാണ് ലോയിഡ് എന്നൊക്കെ എൻ്റെ അറിവിൽ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതിനകത്ത് എല്ലാത്തിലും ഫെസിലിറ്റീസ് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എ സി തണുക്കുന്നതും അതിൻ്റെ പ്രവർത്തനവും ഒക്കെ ഒന്നായിരിക്കും. ബട്ട് എല്ലാത്തിൻ്റെ ഫെസിലിറ്റീസ്, ഇപ്പം ചില എ സിക്കകത്ത് റിമോട്ടിൽ ലൈറ്റ് വരത്തില്ല, ചിലത് റിമോട്ട് ഹോൾഡർ വരത്തില്ല, പിന്നെ ഇപ്പം പൊതുവെ എല്ലാ എ സിക്കും 3 പിൻ ടോപ്പ് വരത്തില്ല, പിന്നെ എ സിയുടെ കൂടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞത് ഔട്ട്ഡോറിന് വെക്കുന്ന സ്റ്റാൻഡ് വരത്തില്ല. ചില എ സിക്കാണെങ്കിൽ ആ ഡ്രെയിനേജിൻ്റെ ഓസ് കൂടുതൽ എക്സ്ട്രാ ഇട്ടേക്കും. പിന്നെ ബുഷ്, സ്റ്റാൻഡിൻ്റെ അടിയിൽ വെക്കുന്ന ബുഷ് ചില എ സിക്ക് വരും, ചില എ സിക്ക് വരത്തില്ല. അപ്പം നമ്മൾ എ സി എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് ഈ ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ ചോദിക്കണം. അല്ല നമ്മൾ പോയിട്ട് ഇന്ന എ സി ഇന്ന കമ്പനി വേണം എന്ന് എടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് ടെക്നീഷ്യന്മാർ വരുമ്പോൾ നമ്മൾ അപ്പോഴാ ഇതിനകത്ത് അതില്ലായിരുന്നു, നിങ്ങളത് തന്നില്ല എന്നൊന്നും അവരുടെ അടുത്ത് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം നമ്മൾ ആദ്യമേ തന്നെ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ എ സി എങ്ങനെയുണ്ട്, എത്ര വർഷം വാറണ്ടി ഉണ്ട്, അതെങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ചോദിച്ച് അറിഞ്ഞിട്ട് വേണം എ സി എടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ എ സിയുടെ എല്ലാത്തിൻ്റെ മുകളിലോട്ടും താഴോട്ടും അപ്പ് ആൻഡ് ഡൗൺ ആക്കുന്ന ഫ്ലാപ്പ്, അത് എൽ ജിക്ക് മാത്രമേ ഫുള്ള് അടയത്തുള്ളൂ. ബാക്കി ഒരു കമ്പനിക്ക് എൻ്റെ അറിവിൽ അടയത്തില്ല. ഒന്നീ ഫുള്ള് മുകളിൽ അടയും, അല്ലെങ്കിൽ താഴെ വിടവ് വരും, അല്ലെങ്കിൽ സെൻട്രലായിട്ട് അറിഞ്ഞിട്ട് മുകളിലും താഴെയും വിടവ് വരും. അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പിന്നെ എ സി എടുക്കുമ്പോൾ ഇപ്പം പുതിയ ഒരു മാസം അടുത്തങ്ങാണ്ടായിട്ടുള്ളൂ പുതിയതായിട്ട് ഗൻഗണം എന്ന് പറഞ്ഞൊരു എ സി ഇറങ്ങിയിട്ടുണ്ട്. മെയ്ഡ് ഇൻ കൊറിയയാണ്. അത് 21 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ റിമോട്ടിന്റെ ലൈറ്റ് വരും, ഹോൾഡർ വരും, ഈ ഡ്രെയിനേജ് ഓസ് വരും, എല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ എ സിക്ക് വെയിറ്റ് കുറവാണ്. കാരണം വെച്ചാൽ 230 വോൾട്ടിനെ 12 വോൾട്ട് ആകുന്ന കംപ്രസറും ഫാൻ മോട്ടറും കൂടിയാണുള്ളത്. അപ്പം ഒരാൾക്ക് തന്നെ പൊക്കി മുകളിലോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പൊ ചില ആൾക്കാർ ചുമ്മാ ഷെയ്ഡിൽ അങ്ങ് വെച്ചിട്ട് പോകും. അങ്ങനെ നമ്മൾ ചുമ്മാ ഷെയ്ഡിൽ വെക്കരുത്. ആ ഷെയ്ഡിൽ വെച്ച് ഡ്രില്ല് ചെയ്യാനും പാടില്ല. ഒന്നി ക്ലാമ്പ് വെക്കുക, എന്നിട്ട് ആ ക്ലാമ്പിൽ നട്ടും ബോൾട്ടും വെച്ച് മുറുക്കി വെക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ ചെറിയൊരു കാറ്റടിച്ചാൽ തന്നെ അത് ഒരു സൈഡ് കൊണ്ട് നീങ്ങും. നമുക്ക് 2 വിരൽ കൊണ്ട് പൊക്കിയെടുക്കാൻ പറ്റുന്ന അത്ര വെയിറ്റേ ഉള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. മാക്സിമം ടെക്നീഷ്യന്മാർ വരുമ്പോൾ സ്റ്റാൻഡ് വെച്ച് തരാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പം ചിലർക്ക് പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം വെക്കാറില്ല. പക്ഷെ അല്പ ലാഭത്തിന് വേണ്ടി നമ്മൾ വെക്കാതിരിക്കരുത്, വെക്കണം. അത് നനയാനും പാടില്ല. ഇപ്പോഴത്തെ എ സി ഒന്ന് മുകളിൽ ഫുള്ള് ബോർഡാണ് വരുന്നത്, അതും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എ സി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഫസ്റ്റിലെ എ സി ഓൺ ആക്കുമ്പോൾ അത് 24 ഓട്ടോമാറ്റിക് ആയിട്ട് അത് റിമോട്ടിൽ വരും. അപ്പം പെട്ടെന്ന് അത് തണുക്കത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് തണുക്കാനായിട്ട് നമ്മൾ 16 ഇട്ട് ഒരു 3/4 മണിക്കൂർ എ സി വർക്കിംഗ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം തണുപ്പ് കൂടുന്നതനുസരിച്ച് 24, 25, അങ്ങനെ 28, 29 വരെയൊക്കെ ഇടുക. അപ്പോഴത്തേന് ആവശ്യത്തിനുള്ള തണുപ്പ് വരും. അതേപോലെ തന്നെ കറണ്ട് ബില്ലും നമുക്ക് കുറച്ചേ വരത്തുള്ളൂ. ഇപ്പം നൈറ്റൊക്കെ കിടക്കുകയാണെങ്കിൽ ഒരു 16 1/2 മണിക്കൂർ ഉപയോഗിച്ചിട്ട് ഒരു 28, 29 ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള തണുപ്പും ആവശ്യത്തിനുള്ള കറണ്ട് ബില്ലൊക്കെ നമുക്ക് ആവത്തുള്ളൂ. ചില ആൾക്കാർ 1 മണിക്കൂറൊക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് വീണ്ടും അത് റീസ്റ്റാർട്ട് എടുത്ത് പിന്നെയും അത് ഓടി, പിന്നെയും കറണ്ട് ബില്ല് തണുക്കാൻ സമയമെടുക്കും. പിന്നെ നമ്മൾ വീടുകളിലൊക്കെ വെക്കുമ്പോൾ 10ക്ക് 10 റൂമിലൊക്കെ ആണെങ്കിൽ 1 ടൺ മതി. 10ക്ക് മുകളിലോട്ടാണെങ്കിൽ 1.5 ടൺ വേണം. അതേപോലെ 5 സ്റ്റാർ വെക്കേണ്ടത് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നിടത്ത്, അതേപോലെ ഓഫീസ്,
അതേപോലെ ബ്യൂട്ടി പാർലർ, ആളുകൾ കൂടുതലുള്ള ഏരിയ 5 സ്റ്റാർ 1.5 ടണ്ണൊക്കെ വെക്കാവും. നമ്മൾ സാധാരണ വീട്ടിൽ 1-2 പേര് ഉള്ളിടത്ത് നമ്മൾ ഒരു 1 ടൺ 3 സ്റ്റാർ ഇൻവേർട്ടർ AC മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കറണ്ട് ബില്ലും കുറഞ്ഞ് തണുപ്പും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ AC ഓൺ ആക്കിക്കൊണ്ട് തൂക്കാൻ നിൽക്കില്ല, പെട്ടെന്ന് പൊടി അകത്ത് പിടിച്ചെടുക്കും. അതുപോലെ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു 3 മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യുക മസ്റ്റായിട്ട്. നമ്മൾ തന്നെ വേണമെങ്കിൽ ആ ഫിൽറ്റർ ഒരു ക്ലീൻ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അല്ലാതെ നമ്മളതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ഒരു 6 മന്ത് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നല്ല വാട്ടർ സർവീസ് ചെയ്യണം, പമ്പ് വെച്ച്, പ്രഷർ പമ്പ് വെച്ച്. കോയിലൊക്കെ കച്ചറ കയറി കഴിഞ്ഞാൽ കൂളിംഗ് നല്ല തള്ളി നമുക്ക് വരത്തില്ല. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വലുതായിട്ട് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ AC എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പേയ്മെന്റ് കൊടുത്ത് AC വീട്ടിലെടുത്തുകൊണ്ട് വരാവൂ. ഇതിലെടുത്തുകൊണ്ട് വന്ന് പൊട്ടിച്ച് ടെക്നീഷ്യന്മാർ വന്ന് ചെയ്യുമ്പോൾ അയ്യോ അതില്ല ഇതില്ല, നിങ്ങൾ അത് മുൻകൂട്ടി പറഞ്ഞില്ല, അതെല്ലാവരും പറഞ്ഞു തരണമെന്നൊന്നുമില്ല. കാരണം വെച്ചാൽ LG AC ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. പക്ഷേ ഡിസ്പ്ലേ ലൈറ്റ് ഇപ്പോൾ വരത്തില്ല, 3 പിൻ ടോപ്പ് വരത്തില്ല, ബാക്കിയെല്ലാം നല്ല ഫ്ലാപ്പും മുകളിലോട്ടും താഴോട്ടും ആവുന്നത് ഫുള്ള് അടയുന്നുണ്ട്. അല്ല കൂടെ എലി പാറ്റ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയറത്തില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ AC ഡ്രെയിനേജ് ഹോസ് പോകുന്നിടത്ത് വേട്ടാവളയും കയറി കൂടി വയ്ക്കാം, തേനീച്ച കയറി പ്രശ്നം ഉണ്ടാക്കാം. അപ്പൊ അതൊക്കെ കൊണ്ട് നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഒരു കിണർ വലയൊക്കെ വെച്ച് ചെറുതായിട്ട് വെച്ച് കെട്ടി ഇടുക, അല്ലെങ്കിൽ അതുവഴിയൊക്കെ കയറിപ്പോവും. പിന്നെ AC എടുക്കുന്ന ഹോളിന്റെ അവിടെ നമ്മൾ വൈറ്റ് സിമെന്റ് വെച്ച് അടയ്ക്കാൻ ശ്രമിക്കും. പകുതി കമ്പനിക്കാർ ചെയ്യാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ AC യൂസ് ചെയ്ത് കറണ്ട് ബില്ല് കുറച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഉപകാരമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുക. അപ്പൊ അടുത്ത ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും